ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 132. കട്ടൻ ചായ 132 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങൾ തരുന്ന സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2984 പേരായി. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കട്ടൻ ചായ ഉണ്ടാക്കാം. ചേരുവകൾ: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടീക്ക് വുഡ് പെക്കർ എന്ന് പറയുന്ന കമ്പനി നമുക്ക് തന്ന ആ ടീക്ക് വുഡ് പെക്കറിൻ്റെ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് നമ്മളെല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ കാണുന്നതുമാണ്. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞാനതിനെ ഐറ്റം ബൈ ഐറ്റമായിട്ട് പറയാം. ആദ്യം നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് എടുത്ത് കാണിക്കുകയാണ് ചേരുവകളിൽ. ആദ്യം നമ്മൾ കണ്ടത് ഇഞ്ചി, അടുത്തത് കറുവാപ്പട്ട, ഏലക്ക. അത് നമ്മൾ ഇതിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഐറ്റം ഈസ് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. അത് പഞ്ചസാരയ്ക്ക് പകരമുള്ളതാണ്. ഇത് ലിപ്ടൺ ഡാർജിലിംഗ് കമ്പനിയുടെ ലോങ് ലിഫ്റ്റി നല്ല ഒന്നാന്തരം ചായയിലാണ്. തേയില, അതാണ് ഈ കറുത്ത കളറിൽ കാണുന്നത്. അത് വളരെ സുന്ദരമാണ്. ഇത് നമ്മൾ ഇനി കപ്പാണ് കാണിച്ചത്. ഈ കപ്പിലാണ് നമ്മൾ ചായ എടുക്കുന്നത്. ഇത് നമ്മൾ ഹീറ്റർ, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് നമുക്ക് ചായ അനത്താൻ ഉപയോഗിക്കുന്നത്. ഈ സാധനം ചായ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചിമ്റ്റി എന്ന് പറയും, ടോങ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ചെരുവൻ. ഈ ചെരുവത്തിൻ്റെ അകത്താണ് നമ്മൾ ചായ അനത്താൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഐറ്റം ഇത് ഫിൽറ്റർ യൂണിറ്റാണ്. ഫിൽറ്റർ ചെയ്യാനായിട്ട്, അതായത് ചായ അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഒരു അരിപ്പയും ഒരു മഗ്ഗുമാണത്. ഇത് വെള്ളം. 2 ഗ്ലാസ് കൊള്ളുന്നൊരു വലിയ ഗ്ലാസ്സാണത്. അതിനകത്ത് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. ആ വെള്ളം നമ്മൾ ഈ ചെരുവത്തിലേക്ക് ഒഴിക്കുന്നു. സാധാരണ എല്ലാ വീടുകളിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനകത്ത്. ഇത് നമ്മൾ ഹീറ്ററിൻ്റെ പുറത്ത് വെച്ചു. ഹീറ്റർ, അടുപ്പ്, കുക്കർ എന്ത് വേണമെങ്കിലും പറയാൻ. ഇൻഡക്ഷൻ കുക്കർ എന്നാണ് അതിന് ടെക്നിക്കലി പേര്. അപ്പോൾ അത് ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ ഒരു ടൈം ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ 60 മിനിറ്റ് വേണ്ടിയിട്ട് സെറ്റാണത്. നമുക്കതിനകത്ത് 2 മിനിറ്റ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഇടുന്നത് ഇഞ്ചിയാണ്. അടുത്ത ഐറ്റം കറുവാപ്പട്ട, ഏലക്ക. ഇതാണ് കറുവാപ്പട്ട, ഏലക്ക. അത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പൊടിക്കാനുള്ള സംവിധാനം ഇല്ല. മിക്സറിനകത്തിട്ട് പൊടിച്ചാൽ ശരിയാകുകയില്ല. ഇതിന് നമ്മൾ തിളയ്ക്കുന്ന വരെയാണ്. നമുക്ക് 2 മിനിറ്റ് സമയമുണ്ട് തിളയ്ക്കാനായിട്ട്. അപ്പോൾ 2 മിനിറ്റ് സമയം നിങ്ങളോട് സംസാരിക്കുന്നു. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പ്രോഗ്രാം ഡെയിലി ബേസിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ ഡെയിലി ബേസിൽ ഈ പ്രോഗ്രാം ഇടുന്നതിൻ്റെ കാരണം, ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും 5:30 മണിക്ക്, രാവിലെ 5:30 മണിക്കുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ വചനം എടുത്ത് ഇതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ പ്രോഗ്രാമും ഈ പ്രോഗ്രാമും പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് ഡെയിലി ഉള്ളതുകൊണ്ട് ഇതും ഡെയിലി ഉണ്ട്. അപ്പം ഡെയിലി ബൈബിൾ വായിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്ക് അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുള്ളതുകൊണ്ടാണ് അതൊരു ദിനചര്യ പോലെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കൺസിസ്റ്റൻസി ഉണ്ടാകുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ഒത്തിരി ഭക്തർ, അതായത് ദൈവത്തിനോട് താല്പര്യമുള്ള കക്ഷികൾ ഇത് കാണാറുണ്ട്. അവർക്കെല്ലാം അറിയാം, കട്ടൻ ചായ കണ്ടാലും ബൈബിൾ വായിക്കാം, ഒരവസരം കിട്ടുമെന്നുള്ളത്. അപ്പം ബൈബിൾ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അനുഗ്രഹം ഉണ്ടാകുമെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് അനുഭവയോഗ്യമാണ്, അനുഭവവേദ്യമാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അലൗ ചെയ്ത സമയം കഴിയാറായി. പിന്നെ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനായിട്ടും ഈ 2 മിനിറ്റ് സമയമുണ്ട്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ, ഷോർട്ടിലോ ഫുള്ളിലോ വലുതിലിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. ഷോർട്ട് വീഡിയോ എടുക്കുക, അതിലേക്ക് ഒരു ഇമോജി ഇടുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞാൻ വെരിഫൈ ചെയ്തിട്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരു വീഡിയോ കാണുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു വാച്ച് ഓവറും കിട്ടും, ഒരു സബ്സ്ക്രിപ്ഷനും കിട്ടും, ഒരു ഇമോജി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇട്ടവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറഞ്ഞേക്കാം, ഇതിനകത്തൊരു ഇമോജി കൊണ്ടിട്ടേക്കാൻ പറയുക. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളം 2 മിനിറ്റാണ് തിളയ്ക്കേണ്ടത്. അപ്പോൾ 2ാമത്തെ മിനിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്വല്പ സമയം കൂടിയുണ്ട്.
അപ്പോൾ ഇത് നല്ല ഒന്നാന്തരം ചായയാണ്. പിന്നെ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ സുഗന്ധം, ഈ 2 ഗ്ലാസ് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് കുടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോ വർക്ക് ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ഈ ചായ എടുത്ത് കുടിക്കും ഞാൻ. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്തപ്പം അതിൻ്റെ തിള നിൽക്കും, ടക്കെന്ന് പറഞ്ഞൊരു സൗണ്ട് പോരും. അതുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം ആ തേയില ഇട്ടു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് തിളച്ച വെള്ളത്തിലേക്ക് തേയില ഇടുക, പക്ഷേ പിന്നെ തിളപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അത് കൂടുതൽ കടുപ്പാകുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. അതിലേക്ക് നമുക്ക് ഈ ചായയിലേക്ക് നമുക്ക് മധുരം ഇടാനായിട്ടുള്ളതാണ്. ഇത് പഞ്ചസാരയല്ല, പഞ്ചസാര രഹിത മധുരം, എന്തോ ഒരു പുതിയൊരു ഐറ്റമാണത്. അത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് ഒരുപക്ഷെ ഇത് ഈ ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരിക്കാം. എന്നാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ 2 സ്പൂണാണ് നമ്മളിട്ട്, അവർ തന്നിരിക്കുന്ന കമ്പനിയുടെ സ്പൂണാണ് 2 സ്പൂണ്. ആ 2 സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണത്. പഞ്ചസാരയുടെ ദോഷവശങ്ങൾ ഇല്ലാത്ത തുല്യതയാണ്. തുല്യമെന്ന് പറയുമ്പോൾ ദോഷങ്ങളില്ല, ഗുണം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അരിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ, അരിച്ചെടുക്കാനായിട്ട് ഈ ചൂടൊന്നുമില്ല, കൊണ്ട് കൈ കൊണ്ട് തന്നെ പിടിച്ചു. അത് നമ്മൾ ഫിൽറ്ററിനകത്തൂടെ വിട്ടു. ഫിൽറ്ററിനകത്തൂടെ പോകുമ്പം അടിയിൽ പഞ്ചസാര കിടപ്പുണ്ട്. പഞ്ചസാരയല്ല, പഞ്ചസാര രഹിത മധുരം അതോടെ കിടപ്പുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കിയെടുക്കും. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതിൻ്റെ. അതായത് കറുവാപ്പട്ട, ഇഞ്ചി, ഏലക്ക. ഇത് പനിക്കൂർക്ക എടുത്തില്ല, എൻ്റെ പനിയൊക്കെ മാറി. 2 ദിവസം ഞാൻ ആ പനിക്കൂർക്ക ഇട്ട് വെള്ളം കുടിച്ചപ്പം പനി മാറിപ്പോയി. നന്നായിട്ട് അവനൊന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇനി അടുത്ത കപ്പാണ്. കപ്പിലേക്ക് നമ്മളത് ഒഴിക്കുക. കപ്പിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് ഇവിടെ നിന്ന് നമ്മളത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ നിത്യവും നമ്മൾ കാണുന്നതാണ്. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് വിശദീകരിക്കുന്നത്. പഴയ ആൾക്കാർ എപ്പോഴും സ്കിപ്പടിച്ച് പോയി കാണും. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പം ഈ ചായ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാ ദിവസവും ഒരുപോലെയാണേലും വചനം എല്ലാ ദിവസവും വ്യത്യസ്തമായിരിക്കും. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ടേബിളിൽ കൊണ്ടുവച്ചു. ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആദരവോടുകൂടി തന്നെ നമ്മൾ ഇനി ബൈബിളിനെ സമീപിക്കുകയാണ്. ബൈബിൾ എടുത്തുകൊണ്ട് വരണം. അപ്പം ബൈബിൾ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആദരവെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആദരവോട് കൂടിയാണ്, വിത്ത് റെസ്പെക്റ്റ്. ബൈബിൾ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് ഈ ബൈബിളിൽ വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ നടത്തുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന എല്ലാ ദിവസവും രാവിലെ 5:30-ക്കുള്ള ആ പ്രാർത്ഥനയാണ്. അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്, ഡെയിലി ബ്ലെസ്സിങ്. ഇതാണ് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ ഇന്നത്തെ സെലക്ഷൻ ഇതായിരുന്നു. ഇന്നത്തെ വചനം പുറപ്പാട് 2-ാം അധ്യായത്തിൽ 23, 4-ാം അധ്യായത്തിൽ 31, പിന്നെ 14-ാം അധ്യായത്തിൽ 28, 29. അപ്പോൾ ഇത് ആദ്യത്തെ പേജാണിത്. ഇത് 2-ാമത്തെ പേജ്, പുറപ്പാട് 4:31. ഇത് അടുത്തത് നമുക്ക് ഇത് കണ്ടിട്ട് 3-ാമത്തെ ആഴ്ചത്തിലേക്ക് പോയി പുറപ്പാട് 14-ൽ 28, 29. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു സ്ക്രീനിലാക്കിയിട്ട് ഞാനത് വായിക്കാം. ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് നോക്കി വായിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 2, 23. കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ടു, നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 4, 31. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു. അടുത്തത് വേറൊരു സ്ക്രീനാണ്. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 14, 28, 29. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിൽ ഇറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.